അസ്സലാമലൈക്കും വ്യൂവേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം. ഇന്ന് എൻ്റെ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞ് കേട്ട് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ വലിയ പരിപാടി ഉണ്ടെന്നില്ല, അതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പം ഞാൻ എന്ത് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ളൊരു യാത്ര അത് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം. 27 വയസ്സ് പൂർത്തീകരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എന്ന് വിചാരിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. പഠിച്ചെത്തിച്ച് എനിക്ക് റബ്ബ് തന്നുകൊണ്ട് എന്നോട് അത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലവ് ഫാമിലി ആണെങ്കിലും ഇവിടെ എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ എനിക്കത് ഭയങ്കര സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. രണ്ട് ഫാമിലിയും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രദേഴ്സ് ആണെങ്കിലും ഒക്കെ എനിക്ക് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാമിലീൻ്റെ മസ്റ്റാണ് മുന്നോട്ട് പോകണമെങ്കിൽ. അതുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥകളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണത്. ഇപ്പോൾ എന്നെപ്പോലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതിൽ തന്നെ ഞാൻ വളരെ ലക്കിയാണ്. ഇങ്ങനെ ഒരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പാരൻസ് സെപ്പറേറ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാൻ ലവ് ഫാമിലിയിൽ തന്നെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട്. ഉമ്മമാർ മാത്രം നോക്കുന്ന മക്കളുണ്ട്, ഉപ്പമാരുണ്ടായിട്ട് പോലും നോക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നതും സമ്പാദ്യം എന്ന് പറയുന്നതും എൻ്റെ ഉപ്പ എന്നെ നോക്കുന്നൊരു രീതി തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 27 വയസ്സിനിടയിൽ എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ പഠിച്ചവനായിട്ട് കൊണ്ടുതന്ന ചില നേട്ടങ്ങളുണ്ട്. അത് ഇന്നും എൻ്റെ കയ്യിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അതിൽ ഒന്നിൻ്റെ ഉപ്പ തന്നെയാണ്. കാരണം എന്നെ പോലുള്ള മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കാണാൻ കൂടി ഒരാളാണ്. ഇപ്പോൾ എന്താ പറയുക, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു മോള്, ആ മോള് കരഞ്ഞ് വിളിക്കുകയാണ്, ഉപ്പ ഒരു ദിവസമെങ്കിലും എൻ്റെ അടുത്തൊന്ന് വന്നിട്ട് പോകുമോ, ഞാൻ ഇതുവരെ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് കരയുന്നൊരു മോളെ ഞാൻ കണ്ടപ്പോൾ അവിടെ വെച്ച് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഒരാളാണ്. കാരണം എൻ്റെ പേരൻസ് അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ലവ് ഷോറിൻ്റെ പേരൻസ് ആണെങ്കിലും ഇവിടെ എൻ്റെ വയനാട്ടിലെ പേരൻസ് ആണെങ്കിലും ഈ രണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതാണ് എൻ്റെ ചിറകുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആകാശം കടന്നിട്ടുള്ളൊരു ആകാശം ഉണ്ടെങ്കിൽ എനിക്ക് അതിലേക്ക് പറന്നുയരാൻ എൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ 2 ഫാമിലി മാത്രം മതി. അതാണ് ഏറ്റവും വലിയൊരു ലോകത്തേക്ക് എന്നെ കടത്തിവിടാനുള്ളൊരു കാരണം. പിന്നെ നമുക്കുള്ളിലൊരു വിശ്വാസം ഉണ്ടാകണം. നമ്മൾ അവസ്ഥയിൽ ഇരുന്നാൽ ചുറ്റിനുള്ളൊരു കാര്യം ഇല്ല, ഞാൻ കാര്യമില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഒരു സങ്കടത്തിൻ്റെ ഒരു പോയിൻ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വിചാരിച്ച് മാത്രം വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു 100 ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ആ 100 ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കാതെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എത്രയോ മടങ്ങ് സന്തോഷം വരേണ്ട ഒരു ദിവസത്തെ നമ്മളായിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുക, ഞാനും എൻ്റെ ബ്രദേഴ്സ് ഇവിടെ നല്ല തല്ല് കൂടാറുണ്ട്. സത്യം പറയുന്നത് എന്താ, നല്ലോണം അടി കൂടാറുണ്ട്. പക്ഷെ എന്നേക്കാളും ഞാനിന്ന് അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി അവരുടെ ഉള്ളിൽ ഉണ്ട്. ഞാനൊന്ന് വിഷമിച്ചാൽ എന്നേക്കാൾ വിഷമിക്കുന്ന ആളുകൾ എൻ്റെ ചുറ്റിനുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം എൻ്റെ 2 കുടുംബത്തിനും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ സന്തോഷം കണ്ടെത്തുന്ന 2 കുടുംബം എൻ്റെ ഒപ്പം ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ അവരിലുണ്ട്. ഒരിക്കലും ആര് കൈവിട്ടാലും എൻ്റെ ഈ ഫാമിലീസ് എന്നെ കൈവിടില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ റബ്ബിലൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ നമുക്കെല്ലാം മറികടന്ന് വരാൻ കഴിയും. ഇപ്പോൾ ഒരു ചിത്രശലഭത്തിനാണെങ്കിലും അതിന് പറക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് നിറത്തിന് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ
എവിടെ ഇപ്പോൾ നമ്മൾ മരത്തിനെ നോക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ മികവുറ്റ രീതിയിൽ പൂക്കൾ തരുന്നത് ആ കുറവുള്ള മരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിനെ കാണുന്നത്. ഒരു ചെറിയൊരു കുറവ് അതിനെ എൻ്റെ മികവിനെ ഒന്നുകൂടി മികവുറ്റതാക്കാനായിരിക്കും ആ കുറവിനെ റബ്ബ് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇതപ്പോൾ 27 വർഷം പൂർത്തീകരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ എന്താ പറയുക, ഞാൻ ഒരുപാട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു മോനോ മോളോ എനിക്ക് തലോലിക്കാൻ എനിക്ക് വേണം എന്നുള്ളത്. അവന് കൂടി ഇന്ന് ഈ ഒരു ദിവസം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് കൂടി എനിക്ക് തന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, സന്തോഷത്തിൻ്റെ അളവിന് അതിരില്ല എന്ന് പറഞ്ഞ പോലെ അത്രയും സന്തോഷമായിട്ട് ഇന്ന് ഓൻ്റെ കളിയും ചിരിയും കണ്ടിരിക്കാൻ എനിക്ക് ആയുസ് ഇത്രയും വരെയുള്ള ആയുസ് പഠിച്ചാൽ തന്നല്ലോ. അപ്പോൾ എൻ്റെ 2 കുടുംബങ്ങൾ എനിക്ക് 2 ചിറകായി നിൽക്കുമ്പോൾ എനിക്ക് ഇനിയും ഉയരാൻ കഴിയും. ഈ കുറവിനെ മികവുറ്റതാക്കാൻ ഇനിയും എനിക്ക് കഴിയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭംഗിയുള്ളതാവാനും ഇനി അങ്ങോട്ട് ദീർഘായുസിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഇത് എന്താ പറയുക, ഒരു കുറവില്ലാതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 കുടുംബമാണ്, എനിക്ക് 2 ചിറകുകൾ. അപ്പോൾ അവിടെ പാരൻസിനും എൻ്റെ ബ്രദേഴ്സിനും ഒന്നും ഒരു കുറവില്ലാതിരുന്നാൽ ഞാൻ ഹാപ്പിയാണ്, ഉള്ളത് കൊണ്ട് ഹാപ്പിയാണ്. അപ്പം ആ ഒരു കുറവിനെ എന്നിൽ തരാതെ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുത്താൽ ഇനിയുള്ള ജീവിതത്തിലും എനിക്ക് വെളിച്ചമുണ്ടാകും. എനിക്ക് വെളിച്ചം പകരാൻ അവർ മാത്രം മതി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ സന്തോഷം എൻ്റെ കുടുംബങ്ങളാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്. അത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഈ കുറവുകളെ മികവുകളാക്കാൻ എനിക്ക് സെക്കൻഡുകൾ മതി. അതിനുള്ള ആത്മവിശ്വാസം പകരാൻ അവരുണ്ട്. അപ്പോൾ അത് മാത്രം മതി. അപ്പോൾ അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. കൂടുതൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ പാരൻസിന് തണലാവാൻ കഴിയണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊരു വഴി തുറക്കണം. നല്ലൊരു ജീവിതത്തിലേക്ക് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ജീവിതമാണ്. പക്ഷേ എനിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. അതിനൊരു വഴി തെളിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വർഷവും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി പഠിത്തനെടുത്ത് മാറ്റുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ ഈ പോകുന്ന വർഷത്തെ ഞാൻ എന്താക്കുകയാണ് അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് 28 എന്ന മികവുറ്റ ഒരു വർഷത്തെ വരവേറ്റ് എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരു ഭാഗം നന്മയിലേക്ക് മാറ്റി വെക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒപ്പം എനിക്ക് വന്ന വിശ്വസിച്ച് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നതായിരിക്കും.